ഇവിടെ നിർത്തണം, അത് അകത്ത് കയറണം. അകത്തോട്ട് കയറിക്കും. ഞാൻ കത്തും കേട്ടോ മിക്കവാറും. നല്ലപോലെ എനിക്ക് ഫ്രൈഡ് റൈസ് പഠിക്കുന്നു. ഞാൻ നല്ലപോലെ കത്തും. ഞാനും കടിക്കുന്നുണ്ട്, എനിക്കും ഉണ്ട്. ഇതെന്താ പൊങ്ങാത്തെ? അടുപ്പിച്ചത് പൊങ്ങി. കേറി. ഇതെന്തോ ഇത്? ഇറങ്ങിക്കോ. ഹലോ, ഏതായിട്ടൊരു മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ, നമ്മളോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓ ഐഡി ഇങ്ങനെ കാണിക്കണം. എന്റെ ഐഡിയ ഒന്നുമില്ല. എന്റെ പേര് പരന്തുവാസു. രണ്ടുപേരും യൂണിഫോം. അതില് ഒരാളെ മാത്രമേ യൂണിഫോമിലുള്ളൂ. ഗ്യാങ് ഡ്രസ് ഇട്ടില്ലല്ലേ? ഒന്ന് വെയിറ്റ് ചെയ്യണേ. അപ്പൊ ഇവര് 24 മണിക്കൂർ ഇവിടെ തന്നെ നിൽക്കൂ? ഇല്ല, ഇവര് മീറ്റിംഗ് ടൈമിൽ മാത്രം വരുന്നത്. ഓക്കെ, ശമ്പളം കാണൂല്ലേ? കാണുമായിരിക്കും. പിന്നെ മിസ്റക്സന്റെ ഇതിട്ടില്ല ഏറ്റവും കൂടുതൽ ശമ്പളം ഉള്ളേ. ഞാൻ ആലോചിച്ചായിരുന്നു ഇടയ്ക്ക് അവിടെ പോയാലോ. മോമൂടി കിട്ടു വന്നാണോ മിസ്റ്റർ എക്സ്? ഇവരുടെ ആരുടെയും പേര് വെളിപ്പെടും. പേര് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു. ഹലോ സുഹൃത്താ, കേക്കാവോ? പേരെന്താ? കുണ്ടിക്കിട്ട് വെടികിട്ട് മാറി. പേരെന്താ? രാഘവൻ. വത്സൻ, മറ്റേത് സോമനായിരിക്കും. ജോസ്. ഹലോ ഹലോ. ബാക്കി രണ്ടുപേർക്ക് ഗ്യാങ് ഡ്രസ് ഇട്ടായിരുന്നോ? അയ്യോ, നമ്മള് ഒരു ഇനാഗുറേഷൻ, ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു ഇവിടെ. സ്കൂൾ പുതിയതായിട്ട് തുടങ്ങിയായിരുന്നേ. ആ സ്കൂളിന്റെ ഇനാഗുറേഷൻ ചെയ്യുന്ന ചീഫ് ഗസ്റ്റുകളായിരുന്നു ഇവർ. അത് കഴിഞ്ഞിട്ട് നിങ്ങളെ പോസ്റ്റ് ആക്കണല്ലോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് ഓടി വന്നതാ. ഓക്കെ, ഐഡി വെരിഫിക്കേഷൻ ജസ്റ്റ് ഐഡി വെരിഫിക്കേഷൻ. ഞാനും പോണോ? വെരിഫൈ ചെയ്തു. നമുക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ പറ്റും. മിസ്റ്റർ വാസു എന്നെ മൂലയ്ക്ക് കൊണ്ടുപോകണം കേട്ടോ. ഐഡി കാണിച്ചു കൊടുത്തു. ഐഡി എങ്ങനെ കാണിക്കുന്നതെന്ന് സാറിന് അറിയാമായിരുന്നോ? ഐഡിയില് യൂസ് കൊടുത്താൽ മതി. ഐഡി എടുത്തിട്ട് യൂസ് കൊടുത്താൽ മതി. എന്റെ കയ്യിൽ ഐഡി കാർഡ് ഇല്ല. ഇൻവെന്ററി /ഡോക്യുമെന്റില് ഒന്ന് നോക്കി നോക്കൂ. F3 ഡോക്യുമെന്റ് ഏതെങ്കിലും ഒന്ന്, എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ്, ഡ്രൈവിംഗ് ലൈസൻസ്, വെപ്പൺ ലൈസൻസ്. ഡോക്യുമെന്റ്സ്, മൈ ഡോക്യുമെന്റ്സ്. അതൊന്ന് ഗിവ് കൊടുത്താൽ മതി. ഞാന് ലൈസൻസ് എല്ലാം ഐഡി കാർഡ് എല്ലാം ടേബിളിൽ വെച്ച് മറന്നുപോയി. മിസ്റ്റർ ഡെൽ, ഐഡി കാർഡ് ഇല്ല ലീഡറുടെ. കുഴപ്പമുണ്ടോ? അതെ യൂണിഫോം ഉണ്ട്. ഓക്കെ സർ, ഗണ്ണ് വെപ്പൺസ് എല്ലാം എന്തോ ഗൺ വെപ്പൺസ് എല്ലാം ഹോട്ട് ബാറിൽ മാറ്റണേ. ഓ ഉറപ്പായിട്ടും. ഫോൺ സൈലന്റ് ആക്കുക. റേഡിയോ സ്വിച്ച് ചെയ്യുക. ഫോണില റേഡിയോ. ഓക്കെ ഡിസ്കണക്ട്. ഓക്കെ, താങ്ക് യു. ഇൻസ്റ്റാഗ്രാമിലാണോ ഫേസ്ബുക്കിലാണോ? സാറിന് ചെക്ക് ചെയ്ത് എളുപ്പം വഴിയുണ്ട്. എങ്ങനെയാണെന്നറിയോ? സാറ് ഫോൺ എടുത്തിട്ടേ അതിന്റെ അകത്ത് സെറ്റിംഗ്സ് ഇല്ലേ, അവര് വരുന്നില്ലേ? ഓ, അവര് വിളിക്കണോ? സെറ്റിംഗ്സില് സാറ് ഫോണിന്റെ നിങ്ങൾ ഇവിടെ തന്നെയാണോ താമസമൊക്കെ? അല്ലല്ല, ഞങ്ങള് മീറ്റിംഗ് ടൈമിൽ ഇവിടെ വരുന്ന ആണല്ലേ. ഒരു വെന്റിലേഷൻ ഒന്നും ഇല്ലാത്തോണ്ട് ഒരു ശ്വാസം മുട്ടല്. രണ്ട് പൈപ്സ് കണ്ടില്ലേ? ഈ പൈപ്സ് ഒക്കെ വെന്റിലേഷൻ ആണല്ലേ. ഈ സ്ഥലം നിങ്ങളുടെ മാത്രമാണല്ലേ? ഇത് കൊള്ളാം കേട്ടോ പരിപാടി. സർവർ തുടങ്ങുന്ന സമയത്ത് തന്നെ പിടിച്ചാക്കി വിടർന്നു മിസ്റ്റർ എക്സ്. ചുമ്മാ ഗുഹയ്ക്കകത്ത് ഇരുന്നാ മതിയല്ലേ? കൊള്ളാം. ഗുഹയല്ല ജോക്കി, പിന്നെ എന്തൊരു ഇത് വാസവനെ ജോക്കിന്റെ ഫ്രണ്ട് വീട് ലൈറ്റ് കണ്ടാ വഴി കാണാം. എന്തൊക്കെ ഉപകാരങ്ങളല്ലേ.
കണ്ടാ പുള്ളിക്ക് ഈ വെട്ടത്തിന്റെ അടിയിൽ താങ്ക് യു സോ മച്ച് $1 താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച്. രാഘവോ രാഘവോ രാഘവൻ മിണ്ടുന്നില്ലല്ലോ ജോസ്. ജോക്കി no, no, no. ആഹാ. ജോക്കി തിരിച്ചടച്ചിട്ട് വീട് കാണത്തില്ല കേട്ടോ. മിന്നുന്ന കേട്ടാ മിന്നുന്നത് പുള്ളിയുടെ ഫോണാന്ന് തോന്നുന്നു. ജോക്കി മറ്റേ പണ്ടത്തെ മറ്റേ ഇതുണ്ടല്ലോ നമ്മുടെ ഏതാ ഈ പണ്ടത്തെ അധോലോകത്തിലൊക്കെ അങ്ങനെ ഒരു മിന്നുന്ന ഒരു ട്യൂബ് ഉണ്ടാവും. ജോക്കി ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിന്നെ ഒരു ആംബിയൻസിന് വേണ്ടിട്ട് എപ്പോഴും ഇങ്ങനെ കത്തിച്ച് വെക്കൂലേ? അതെ അതെ. എന്തൊരു ഇത് ഇതിലാ ഇന്ന്. ഓ ഇതെന്തൊരു വെട്ടം ഇത്. അയ്യോ. പുള്ളിക്ക് ഇങ്ങനെ ഇരുന്നിരുന്നിരുന്ന് മടുക്കത്തില്ല. ഇവരെ കൂടെ ഉണ്ട്, ഇവരെ കൂടെ അങ്ങോട്ട് മീറ്റിംഗ് ഏരിയയിലേക്ക് വരുന്നത്. ആ കൊച്ചെന്താ മണ്ണിന്റെ അടി നിൽക്കുന്നത്? കുഴിച്ചിട്ടേക്കുമായിരിക്കും. വീഴ്ച ഇങ്ങോട്ട് ഇവിടോട്ട്. അടുത്തിരിക്കാം നമുക്ക് കേക്ക് വെക്കാം. അതെ അതെ. ഇതെന്താ ജോക്കി? ഇങ്ങോട്ട് ഇങ്ങോട്ട് വാസവ അതിലിരിക്കാനുള്ളതില്ല. ഓ, ഇത് ഇരിക്കാൻ ഒരു മിനിറ്റ് അതിലെ കൂടെ Makes yourself comfortable. Okay. Yeah, sure. Unexpected meeting. Yeah. Yeah, Boban. ഒരു മിനിറ്റ്. കേസ് ഞാൻ ഡൗട്ട് തീർത്താണ്. Okay, fine. Take the seat. Okay. Okay. നിങ്ങൾ ഇത്ര പേരുള്ളൂ? ഞങ്ങള് മൂന്ന് പേര്. 3 പേരുള്ളൂ. Okay, fine. Expecting a huge team. Okay, fine. Anyways. Yes. പറഞ്ഞേ 3 പേരായിട്ട് വരാൻ. Oh my god. Okay, ബാക്കി പുറത്ത് വെക്കാണോ? അവരെല്ലാം പുറത്തേക്ക്. വരാൻ പറയും. ഓ ഇനി വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ നാളെ ആവും സാർ. Verification ആണ് അത്. വരാൻ പറയും. വരാം. Don't make it too much. എടാ റേഡിയോയിലുള്ള എല്ലാരും തിലക്കറി വാ, പെട്ടെന്ന് വാ, ഓടി വാ, അകത്തോട്ട് ഓടി വാ. എല്ലാരും നിങ്ങൾ തിരിച്ചു പോയാ? ബസ് ആണോ? ഞാനും നീലനുണ്ട്, 4 നീലനുണ്ട്. നമ്മുടെ അടുത്ത് അവിടെ നിന്ന് മാറാൻ പറഞ്ഞവര്. അല്ല അകത്തോട്ട് വരാൻ പറഞ്ഞു. ഒരു ഫാമിലി ഡ്രസ്സിലാണോ? ഫാമിലി ഡ്രസ്സിലാണ്. എനിക്ക് കുഴപ്പമില്ല. ഫാമിലി ഡ്രസ്സിലാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കയറ്റി വിടാം. Turn around and don't just. നടന്നു വരാം അങ്ങോട്ട്. Yeah, fine. Take. Yeah. Good. വണ്ടി അവിടെ ഇടാൻ പറ്റൂല എന്ന് പറഞ്ഞു. ശരി, കൊള്ളാം, നല്ല സീൻ. Yes. Take your seat. ഒരു സെക്കൻഡ്. അയ്യോ വാസവൻ ഡൗട്ട് തീർത്താ ഒരു സെക്കൻഡ് ഞാൻ കസേരയിലോട്ട് നോക്കിട്ട് അയ്യ അടിച്ചാ മതി. അവര് കൊണ്ടുപോകും. Just ഒന്ന് അടുത്തേക്ക് ചേർന്ന് നിന്നിട്ട്. എടുത്തോട്ട് ചേർന്നേക്കണേ ജോക്കി, പ്ലീസ് അവിടെ നിന്ന് മാറിക്കണേ. ഒന്ന് ചേർന്നേക്കണേ. അവിടെ നിന്ന് അടിച്ചോ. കറക്റ്റ് ഇരുന്നായിരുന്നല്ലേ? അടിച്ചോ. അത് മതി. അതെ. ഓക്കെ, ഫൈൻ. ജോക്കി ഇരിക്കൂ. അല്ല ജോക്കി ഇരിക്കാത്തതാണ് കേസ് നല്ലത്. ജോക്കി ഇരുന്ന് കഴിഞ്ഞാല് ജോക്കി. ഹലോ. ഓക്കെ, ഫൈൻ. എന്തായിരുന്നു ഒരു അൺഎക്സ്പെക്ടഡ് പെട്ടെന്നായിരുന്നു. ആക്ച്വലി അറിയില്ലേ നിങ്ങൾ, അതായത് സ്കൂളിന്റെ ഇനാഗ്രേഷന് പോയായിരുന്നു. ബട്ട് ഒരു മീറ്റിംഗിന്റെ ഒരു പ്രപ്പോസൽ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ജസ്റ്റ് പെട്ടെന്ന് മാറി വന്നിരുന്നു. അവിടെ ജസ്റ്റ് വന്നു, ഞങ്ങൾ പെട്ടെന്ന് പോന്നു. അതിന്റെ ഡിലേ ആക്കാൻ പറ്റാത്തത് ഞങ്ങൾ പോന്നു. മനസ്സിലായി. ഓക്കെ, സോ വാസു, ലോങ് ടൈം നോ സീ. സാർ ആക്ച്വലി നമ്മുടെ കുടുംബത്തിൽ കുറച്ച് പേര് പട്ടാളത്തിലോട്ട് പോയായിരുന്നു. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് തിരക്കിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആൻഡ് ഗ്യാങ് ആക്ടിവിറ്റി എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ സൈഡിൽ നിന്ന് അങ്ങനെ കുറച്ച് നാളായിട്ട് അങ്ങനെ ഗ്യാങ് കോൺട്രിബ്യൂഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഗ്യാങ് ആക്ടിവിറ്റി കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ആയിരിക്കുമായിരുന്നു. നമ്മളിപ്പോ ഒന്ന് തിരിച്ചു വന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആക്ച്വലി ഭയങ്കര ലിമിറ്റഡ് മെമ്പേഴ്സ് ഉള്ളൂ ഇപ്പൊ കറന്റ്ലി. നമ്മൾ ഗ്യാങ് ആക്ടിവിറ്റീസിൽ നിന്ന് ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുമായിരുന്നു. ആൻഡ് എല്ലാം തിരിച്ചു കൊണ്ടുവരണം. ഓക്കെ, ഗുഡ് ടു നോ. Anyways, you guys are on back there. Okay. Yes. Yeah. Back on track. And this was unexpected. ഇതല്ലേ? Yeah. ഇന്നലെ വരെ പച്ചലല്ലേ കണ്ടേ? ഇന്ന് Yes.
എനിവേസ് ടിവിയുടെ കാര്യങ്ങളൊക്കെ എപ്പോഴും അങ്ങനെയാണ്. എക്സ്പെക്ട് ദ അൺഎക്സ്പെക്ടഡ്. ടൈം ഫ്ലൈസ്. യെസ്, അൺഎക്സ്പെക്ടഡ്. യെസ്, ഐ നോ. യെസ്. യെസ്, യെസ്. എങ്ങനെ പോണ കാര്യങ്ങളൊക്കെ? നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നു, കുഴപ്പമില്ല. വി ഹാവിംഗ് എ റാൻഡം മീറ്റിംഗ് വിത്ത് സം ഫാമിലി മെമ്പേഴ്സ് ഓവർ ഹിയർ. ഓക്കെ. സോ കുറച്ച് കാര്യങ്ങൾ കൊടുക്കാനുണ്ടായിരുന്നു, സംസാരിക്കാനുണ്ടായിരുന്നു. സോ യെസ്, ആക്ച്വലി ദിസ് ഈസ് എ സർപ്രൈസ് മീറ്റിംഗ്. ഐ വാസ് നോട്ട് എക്സ്പെക്ടിങ് യു ഗൈസ് ഓവർ ഹിയർ. So anyways, thanks for visiting us. Like I was planning to visit you around your gang house because last time I think നിങ്ങളുടെ gang house പറഞ്ഞതിന് മുമ്പ് I think Vasu already invited me to the gang house and I cannot be like able to come over there. Yes. I was planning to visit your gang house. Like I will make an arrangement for that sooner. ഉറപ്പായിട്ടും ഞങ്ങൾ എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും കൂടെ ഗ്യാങ് ഹൗസിൽ ഒരു ദിവസം കാണാം. That time I think I was asking you guys over there, like I was getting the info. Vasu is not there. That is why. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. Yes, I know. I'll arrange it sooner. Okay. I'll come to your gang house. Okay. So guys, please visit. Jogi, why you are sitting? Sit here, man. Jogi. കണ്ടിന്യൂ. So yes, Vasu. എന്തായിരുന്നു നമ്മൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? Yes. ഹലോ. കസേരയിലോട്ട് നോക്കിയിട്ട് കസാരത്തിട്ട് കറക്റ്റ് നേരം നിന്നിട്ടൊന്നും അത്രേ ഉള്ളൂ. ഓസ്കാർ കിട്ടിയ കണ്ടിന്യൂ. Okay. ഓൾ ഗുഡ്. കുറേയായി കണ്ടിട്ട് അതെ, കാര്യങ്ങളൊക്കെ ചോദിക്കണം. എങ്ങനെയാണ് നിങ്ങളുടെ കാര്യങ്ങൾ അറിയണം. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങളിപ്പോ ഏകദേശം ഞങ്ങളെല്ലാം ബാക്ക് ടു ട്രാക്ക് ആയി കാര്യങ്ങളൊക്കെ നന്നായിട്ട് പൊക്കോണ്ടിരിക്കുന്നു ഇപ്പം റീസെന്റ് കുറച്ച് ദിവസങ്ങളായിട്ട്. ബട്ട് സ്റ്റിൽ ഞങ്ങൾ മെമ്പേഴ്സിന്റെ കൗണ്ട് കുറവായതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വലുതായിട്ട് വേറെ അങ്ങനെ ഗ്യാങ് വാറും ഗ്യാങ് ആക്ടിവിറ്റീസും ഒന്നും അങ്ങനെ വലുതായിട്ട് നമ്മുടെ സൈഡിൽ നിന്ന് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. So I was expected one like your team won the tournament also. That's like I'm disappointed. ഞങ്ങൾ ആ സമയത്ത് ഇല്ലായിരുന്നു. കംപ്ലീറ്റ്ലി ഞങ്ങൾ സിറ്റിയിൽ ഇല്ലായിരുന്നു. അതാണ് മെയിൻ ഒരു കാര്യം. Anyways, like it will come. Times fly, like it will come. അതെ. Okay. So പിന്നെ എങ്ങനെയുണ്ട് ബാക്കി കാര്യങ്ങൾ, വിശേഷങ്ങളൊക്കെ എന്ത് പറയുന്നു? സ്കൂളിൽ പോയിട്ട് എങ്ങനെയുണ്ട്? അവിടുത്തെ കാര്യം ഒന്നും പറയാൻ ഇതിരിക്കുന്നതാണ് സാർ നല്ലത്. അതിന് വലിയൊരു ബാക്ക് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വലിയ താല്പര്യമില്ലായിരുന്നു, പിന്നെ ഗതി കെട്ടിട്ട് അങ്ങ് പോയതാ. ആക്ച്വലി ഞാൻ വാസുവിനെ കാണാനിരിക്കുക. സെലി ഈ സ്കൂളിന്റെ പുറകെ നടക്കാൻ ഓൾമോസ്റ്റ് 2-3 months ആയി. അതെ. ഓപ്പണിംഗ് പ്രൊസീജിയറിനായിട്ട് ഞാൻ കുറെ ക്ലോഷേഴ്സ് വെച്ചിട്ടുണ്ടായി. ഇപ്പോഴും അത് തീർന്നിട്ടില്ല. ബട്ട് സ്റ്റിൽ ഞാൻ സിറ്റിയിലെ കുട്ടികളുടെ കാര്യം ഓർത്തിട്ട് മാത്രമാണ് പെട്ടെന്നൊരു അപ്രൂവൽ കൊടുത്തത്. ബിക്കോസ് ഇവിടെ വരുന്ന കുട്ടികൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ 2 വർഷമായി. ഇതുവരെ അത് ക്ലോസ് ചെയ്തിട്ടില്ല. സോറി സർ. കണ്ടിന്യൂ. അപ്പൊ അതിന്റെ ഒരു ഇതിലാണ് നമ്മുടെ സിറ്റിയിലുള്ള കുട്ടികൾക്ക് ഒരു സ്കൂൾ വേണം, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം. ഒരു അത്യാവശ്യം അവരൊക്കെ നല്ല രീതിയിൽ എത്തണ്ടേ? അങ്ങനെയല്ല നമ്മൾ നോക്കണ്ടേ? നമ്മുടെ ഫ്യൂച്ചർ നല്ല രീതിയിൽ എത്താനുള്ള നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതിനകത്ത് മൊത്തവും കൊക്കും ചിമ്പാൻസിയും ഹിമക്കരടിയൊക്കെയാണ് സത്യം പറഞ്ഞ ഉദ്ഘാടനം ചെയ്തത് ഞാനാന്നേ. മര്യാദയ്ക്ക് ഒരു പ്രസംഗം പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. സത്യം മനസ്സിലായോ? നമുക്ക് തന്നെ ഭയങ്കര ബാഡായി. നമുക്ക് തന്നെ വിഷമമായി. കൊക്കാണ് ഇറങ്ങി വന്നപ്പോ പൂ വരാൻ നിൽക്കുന്നത്. ഇല്ല, സ്കൂളിന്റെ ലൊക്കേഷന് ശരിയല്ല. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി. പുഴയുടെ സൈഡിലും പിള്ളേരൊക്കെ പഠിക്കണതല്ലേ. ആക്ച്വലി ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ആ ഏരിയ നമ്മള് ചെക്കിങ്ങിന് ചെയ്തപ്പോ അവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് നമ്മുടെ വീഡ് പ്ലാന്റ് ഇല്ലേ, അത് നല്ല രീതിയിൽ അവിടെ നട്ടു വളർത്തി കാട് പോലെയായിരുന്നു. ഇതൊക്കെയാണ് പ്രശ്നം. ഇതെങ്ങനെ ഇനി നാളെ ഏതെങ്കിലും ഒരു വിത്ത് വീണ്ടും കിളിച്ചു വന്ന് ഏതെങ്കിലും പിള്ളേർ വായിട്ട് ചവച്ചരച്ച് തിന്ന് എന്ത് ചെയ്യും? ചന്ദ്രൻ ഇവിടെ ഉണ്ടോ? ചന്ദ്രനൊന്നുമില്ല, വീട് മാത്രം. അല്ല, ചന്ദ്രൻ ഉണ്ടോ എന്ന് ചോദിക്കാൻ ചന്ദ്രൻ വന്നിട്ടില്ല. ചന്ദ്രൻ ചോദിച്ചതൊന്നുമല്ല. ചന്ദ്രന്റെ മോനെ തന്നെ ഞാൻ 4-5 പ്രാവശ്യം അവിടെ ചെടി പറിച്ചതിന് പൊക്കിയിട്ടുണ്ട്. അന്തൊക്കെ മോശം ചെറുക്കൻ, അഴുക്ക ചെറുക്കൻ. അപ്പൊ പിന്നീടാണ് അറിഞ്ഞത് ചന്ദ്രൻ അവിടുത്തെ ചന്ദ്രന്റെ മോൻ സൂര്യബോസ് അല്ലെ പേരല്ലേ, സൂര്യബോസ് വൺ ഓഫ് ദ സ്കൂൾ ലീഡർ ആണ് എന്ന് പറഞ്ഞപ്പോ അത് ആ സ്കൂളിൽ ആകെ ഒരു അഡ്മിഷൻ ഉണ്ടായിരുന്നുള്ളൂ ഒരു 3 മാസമായിട്ട്. അപ്പൊ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ, ഒരു സ്കൂൾ ലീഡർ വേണ്ടേ. അങ്ങനെയാണ് ജോണിയുടെ മോനുണ്ടെന്ന് തോന്നുന്നു. ഏത് ജോണി?
KVA ജോണിയുടെ മോനുണ്ട് ഓ, അവിടെ ഉണ്ടെന്ന് ആ അതെ 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 കുറെ കുട്ടികൾ അപ്പോ- വൈസ് ക്യാപ്റ്റൻ വൈസ് ലീഡർ. അപ്പോ കുട്ടികളുടെ ഭാവി നന്നായിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് ഇപ്പോ ടീച്ചേഴ്സിന്റെ അവൈലബിലിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല. ടീച്ചേഴ്സ് എല്ലാം റെഡി ആയെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തായാലും സ്കൂൾ തുറക്കട്ടെ, വിദ്യാഭ്യാസം നടക്കട്ടെ. എന്തായാലും കുറെ ആയല്ലോ, ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആവാറായി. അപ്പൊ അതിന്റെ പേരിൽ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ